സമരം ക്യാമ്പയിനെയോ നമ്മുടെ ശൈലി ആപ്പ് സർവേയോ ബാധിച്ചിട്ടില്ല. അതിന് കാരണം നമ്മൾ കണക്കുകൾ എടുക്കുന്നുണ്ടായിരുന്നു. തുടക്കം മുതൽ തന്നെ 26,125 ആശമാരാണ് സ്റ്റേറ്റിൽ മുഴുവൻ ഉള്ളത്. അതിലേതാണ്ട് 7% താഴെ ആശമാർ മാത്രമാണ് സമരത്തിലുള്ളത്. അപ്പോൾ അതായത് 2000-ന് താഴെ ആശമാർ മാറും. 1800 ആ ഒരു നിലയിലാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസം എടുത്ത കണക്കിനേക്കാൾ അതിൻ്റെ പിറ്റേ ദിവസം എടുത്ത കണക്കിൽ സമരത്തിലുള്ള ആളുകളുടെ എണ്ണത്തിൽ കുറവുണ്ടായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് ഈ ഒരു കണക്ക് നമുക്ക് കാണാം. നമ്മുടെ റിയൽ ടൈം ഡേറ്റയാണ്, ഡാഷ്ബോർഡിലാണ് അപ്ഡേറ്റ് ചെയ്യുന്നത്. അതിൻ്റെ ഏറ്റവും നല്ല മറ്റൊരു ഉദാഹരണം, ഇപ്പോൾ നമ്മൾ 60%, 100% ശൈലി ആപ്പിലൂടെ സർവേ പൂർത്തിയാക്കി കഴിഞ്ഞ പഞ്ചായത്തുകളുണ്ട്. പക്ഷേ മറ്റ് പഞ്ചായത്തുകളിൽ നമുക്ക് നടക്കുന്നുണ്ട്. ഇപ്പോൾ ഞാൻ പറഞ്ഞ ഡേറ്റയെക്കാളും 4,15,000 ഞാൻ പറഞ്ഞു. ഇപ്പോൾ 4,17,297 പേരാണ് സ്ക്രീൻ ചെയ്യപ്പെട്ടിട്ടുള്ളത്. അത് ഡേറ്റ എൻട്രി ചെയ്യുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ആ നമ്പറിൽ കൂടിക്കൊണ്ടേയിരിക്കും. ഇതേപോലെ തന്നെ നമ്മുടെ ശൈലി ആപ്പ് വഴിയുള്ള ഡേറ്റ അല്ലെങ്കിൽ പോപ്പുലേഷൻ സർവേയിലും 100% പൂർത്തിയാക്കിയ പഞ്ചായത്തുകളുണ്ട്. മറ്റുള്ള ഇടങ്ങളിൽ നമുക്ക് എൻട്രി നല്ല നിലയിൽ നടക്കുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നല്ല നിലയിൽ തന്നെ മുന്നോട്ട് പോകുന്നുണ്ട്. അതല്ലാതെ ചില കാര്യങ്ങൾ, ഇപ്പോൾ പൊതുജനാരോഗ്യ പ്രവർത്തനങ്ങളുണ്ടല്ലോ. ഇപ്പോൾ ഒരു കുഞ്ഞിൻ്റെ ഇമ്മ്യൂണൈസേഷൻ, അതല്ലെങ്കിൽ ഒരു ഗർഭിണിയുടെ പരിചരണവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ. ഇമ്മ്യൂണൈസേഷൻ്റെയൊക്കെ ഓരോന്നും ഇപ്പം 20 രൂപയാണ് സാധാരണ ഒരു ഇമ്മ്യൂണൈസേഷന് വേണ്ടിയിട്ട് അതിനുള്ള ഇൻസെൻറ്റീവ്. ഒരു കുഞ്ഞിന് ഒരു തവണ ഒരു ഹെൽത്ത് റിപ്പോർട്ട് തയ്യാറാക്കുന്നതിന് 100 രൂപ. അപ്പോൾ അങ്ങനെയുള്ള നമുക്ക് ഇമ്മ്യൂണൈസേഷനൊന്നും മാറ്റിവെക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് നമ്മൾ എവിടെയെങ്കിലും ഒറ്റപ്പെട്ട ഇടങ്ങളിൽ, ഞാൻ പറഞ്ഞില്ല 7% താഴെ ആളുകൾ മാത്രം, അങ്ങനെയുള്ള ഇടങ്ങളിൽ ഇമ്മ്യൂണൈസേഷനോ അല്ലെങ്കിൽ മറ്റ് ഇങ്ങനെയുള്ള ഇടപെടൽ ആവശ്യമുള്ള ഇടങ്ങളിൽ അതിന് പകരം സംവിധാനം ഒരുക്കാൻ, അതായത് ആരോഗ്യ പ്രവർത്തകരെ ഉപയോഗിച്ചുകൊണ്ട് പഞ്ചായത്തുമായിട്ട് ആലോചിച്ച് ബദൽ സംവിധാനം ഒരുക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. കാരണം ഇതൊന്നും നമുക്ക് മാറ്റിവെക്കാൻ, ഒരു കുഞ്ഞിന് ഇമ്മ്യൂണൈസേഷൻ എടുക്കാനുണ്ടെങ്കിൽ അതെല്ലാം ഇൻസെൻറ്റിവൈസ്ഡ് ആണ്, ഇൻസെൻറ്റീവ്സ് ലഭിക്കുന്നതാണ്. അപ്പോൾ അത് ആ നിലയിൽ തന്നെ കണ്ട് മുന്നോട്ട് പോകാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. അതത് നിലയിൽ മുന്നോട്ട് പോകുന്നുണ്ട്. ഇപ്പോൾ കൂടുതൽ ആശമാർ ഈ പ്രവർത്തനത്തിൽ ഏർപ്പെട്ടിട്ടുമുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലേക്കാളും 7% നിന്നുള്ളത് 6%-നടുത്തേക്കും ഒക്കെ നമ്പർ എത്തിയിട്ടുണ്ട്. അങ്ങനെ ഒരു കടുംപിടുത്തമല്ലല്ലോ, അങ്ങനെ ഒരു കടുംപിടുത്തം സർക്കാരിനില്ല, പ്രത്യേകിച്ച് ആശമാരുടെ കാര്യത്തിൽ ഇടതുപക്ഷ സർക്കാരിനില്ല. കാരണം ആദ്യം VS സർക്കാരിൻ്റെ കാലഘട്ടത്തിലാണ് ആശമാർക്ക് ഓണറേറിയം അനുവദിക്കുന്നത്. അന്ന് 500 രൂപയാണ്, അവസാനം 300 രൂപ പ്രഖ്യാപിച്ചു, 500 രൂപയാക്കിയിട്ടാണ് ആ ഗവൺമെൻറ്റിൻ്റെ കാലാവധി പൂർത്തിയാകുന്നത്. പിന്നീട് വന്നത് UDF സർക്കാരാണ്. ആ കാലഘട്ടത്തിൽ ഈ 500 രൂപ നേടിയെടുക്കുന്നതിന് വേണ്ടി വലിയ സമരം നടന്നിരുന്നു. അതും CITUവിൻ്റെ നേതൃത്വത്തിൽ വലിയ സമരം നടന്നിരുന്നു. അതെല്ലാം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളവരാണ് നിങ്ങളെല്ലാവരും. അപ്പോൾ ആശമാരുടെ ഇടതുപക്ഷ സർക്കാർ വന്നതിന് ശേഷം കഴിഞ്ഞ സർക്കാരിൻ്റെയും ഈ സർക്കാരിൻ്റെയും കാലഘട്ടങ്ങളിൽ 1000 എന്നുള്ളതിൽ നിന്ന് അത് ഓണറേറിയം മാത്രമാണ്, അത് 7000 സംസ്ഥാന സർക്കാർ ഉയർത്തിയിട്ടുണ്ട്. ഇപ്പോൾ എൻ്റെ കയ്യിലുള്ള ഒരു ഡേറ്റ, നമ്മുടെ ഒരു ആശയ്ക്ക് കേരളത്തിൽ ശരാശരി 13,500 രൂപ വരെ ലഭിക്കുന്നുണ്ട്. 10,000 മുതൽ 13,500 വരെ ലഭിക്കുന്ന ആശമാരുടെ ഡേറ്റയാണിത്. അത് 89% ആളുകൾക്ക് 10,000 മുതൽ 13,000 വരെ ഇൻസെൻറ്റീവും ഓണറേറിയും ലഭിക്കുന്നുണ്ട്. അപ്പം ചിലയിടത്തെങ്കിലും ഇപ്പോഴും തെറ്റിദ്ധരിപ്പിക്കുന്ന നിലയിൽ പ്രചരണം നടക്കുന്നുണ്ട്. ഓണറേറിയം മാത്രമാണ്, അല്ല. ഇൻസെൻറ്റീവ്സ്, ഫിക്സഡ് ഇൻസെൻറ്റീവ് 3,000 ഉണ്ട്. അതിലും 60-40 60% കേന്ദ്ര സർക്കാരും 40% സംസ്ഥാന സർക്കാരും. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ ഇമ്മ്യൂണൈസേഷൻ ഉൾപ്പെടെ കുത്തിവയ്പ്പ്, ഒരു കുഞ്ഞിന് കുത്തിവയ്പ്പ് എടുക്കണം, ആ കുഞ്ഞത് കുത്തിവയ്പ്പ് എടുക്കുന്നുണ്ടെന്നുള്ളത് ഉറപ്പാക്കുക എന്നുള്ളതാണല്ലോ. അപ്പോൾ അതിലും അങ്ങനെയുള്ള ഇൻസെൻറ്റീവ്സിലും 60-40 60 കേന്ദ്രം, 40 സംസ്ഥാനം. അതായത് ഒരു 13,500 രൂപ ഒരു ആശയ്ക്ക് ലഭിക്കുമ്പോൾ, അങ്ങനെ വാങ്ങിക്കുന്ന ഒരു ആശ ഉണ്ടെങ്കിൽ 10,000-നടുത്ത് രൂപ സ്റ്റേറ്റ് മാത്രം നൽകുന്നതാണ്. എക്സാക്ട്ലി പറഞ്ഞാൽ 9,600 രൂപ, 13,500 രൂപ ഒരു ആശയ്ക്ക് ലഭിക്കുന്നുണ്ടെങ്കിൽ 9,500 രൂപ, 600 രൂപ
സംസ്ഥാന സർക്കാർ മാത്രം നൽകുന്നതാണ്. ഞാൻ പറഞ്ഞത് ഇതിലൊരു വളരെ അനുഭാവപൂർണ്ണമായിട്ടുള്ള നിലപാടാണ് സ്റ്റേറ്റ് ഗവൺമെൻറ്റിനുള്ളത്. ഞാൻ മാത്രമല്ല ചർച്ച നടത്തിയത്, SMDയോട് ഞാൻ ചർച്ച നടത്താനായിട്ട് ആവശ്യപ്പെട്ടിരുന്നു. അതിനു മുൻപും സ്റ്റേറ്റ് മിഷനിൽ ചർച്ച നടത്തിയിരുന്നു. അതിന് ശേഷം ശ്രീ രമേശ് ചെന്നിത്തല അദ്ദേഹം എന്നോട് പറഞ്ഞു അവരുമായിട്ട് ചർച്ച നടത്തണമെന്നുള്ളത് പറയുകയുണ്ടായി. അതിൻ്റെ അടിസ്ഥാനത്തിൽ ആദ്യം SMD ചർച്ച നടത്തി. SMDയുടെ ചർച്ചയിൽ അവർ പറഞ്ഞു ഞങ്ങൾക്ക് മിനിസ്റ്ററെ കാണണമെന്ന് പറഞ്ഞു. അവർ വരാൻ ഞാൻ പറഞ്ഞു. ഞാൻ ഏതാണ്ട് 1.5 മണിക്കൂർ ചർച്ച നടത്തി. അപ്പോൾ അതിൽ തൊഴിൽപരമായിട്ടുള്ള, നമുക്കറിയാം ആശ എന്നുള്ളത് ഒരു കേന്ദ്ര സ്കീമാണ്. അതിൽ ആശമാരെ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളിൽ ഏത് വിഷയമെടുത്താലും വളരെ അനുഭാവപൂർണ്ണമായിട്ടുള്ള നിലപാടാണ് സ്റ്റേറ്റ് ഗവൺമെൻറ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിലൊരു ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പോൾ ഈ 6-ാം തീയതി സമരമുണ്ടായിരുന്നു, CITUവിൻ്റെ സമരമാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ 2 പ്രോഗ്രാം ഒരുമിച്ച് വരുന്നു. നമ്മുടെ ശൈലി ആപ്പ് നടക്കുന്നു, അതുകൂടാതെ TB പ്രോഗ്രാം, കേന്ദ്രത്തിൻ്റെ TB പ്രോഗ്രാം വന്നു. വസ്തുതയിൽ ശൈലി ആപ്പിലെ 6 ക്വസ്റ്റ്യൻ ഈ TB പ്രോഗ്രാമുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ഒരാൾക്ക് TB ഉണ്ടോ എന്നുള്ളതിനെ അറിയുന്നതുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് 6 ക്വസ്റ്റ്യൻസ് ഉള്ളത്. അപ്പോൾ ആദ്യഘട്ടത്തിൽ അതിന് ചുമതലയുള്ള ഡോക്ടർ ഇൻസിസ്റ്റ് ചെയ്തു നിങ്ങൾ 2ഉം ചെയ്യണം. ഇവരെൻ്റെ അടുത്ത് വന്നു. ഇത് മാത്രമല്ലായിരുന്നു, ഓണറേറിയത്തിന് മാനദണ്ഡം 2017 ഒരു ഉത്തരവാണ്. അപ്പോൾ അതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉന്നയിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു അത് വേണ്ട, നമ്മുടെ ശൈലി ആപ്പിൽ ഇതുണ്ടല്ലോ. അപ്പോൾ ഈ ചോദ്യങ്ങൾ ആ TB ക്യാമ്പയിൻ്റെ ഭാഗമായി തന്നെ കണക്കാക്കണം. അതിൻ്റെ ഇൻസെൻറ്റീവ് എത്രയാണോ അത് ആശയ്ക്ക് നൽകണം. അതാണ് സ്റ്റേറ്റിൽ നടപ്പിലാക്കുന്നത്. ഇപ്പോൾ ഓണറേറിയം മാനദണ്ഡപ്രകാരം നിശ്ചയിക്കപ്പെട്ടത് 2017 അതിന് ചില കാരണങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ഈ ഓണറേറിയം മാനദണ്ഡങ്ങൾക്കനുസരിച്ച് വേണ്ട, അതിൽ നിന്ന് ഈ 10 മാനദണ്ഡങ്ങളും പാലിച്ചാലേ പറ്റുള്ളൂ എന്നുള്ളത്, അത് വേണ്ട എന്നുള്ളത് തീരുമാനിച്ചു. ഒരു ടെക്നിക്കൽ കമ്മിറ്റി രൂപീകരിച്ചു, അതും ഇളവ് ചെയ്തു. ഇതുകൂടാതെ ആശമാരെ വലിയ രീതിയിൽ ജോലികൾ ചെയ്യിപ്പിക്കുന്നു. ഈ വിഷയം നമ്മുടെ മുന്നിൽ ശ്രദ്ധയിൽ വന്നപ്പോൾ മറ്റ് ഫീൽഡ് വർക്കേഴ്സുമായിട്ട് ബന്ധപ്പെട്ടുകൂടി അവരുടെ സംഘടനകളെ വിളിച്ചു ചേർത്തുകൊണ്ട് അവരുടെ ജോലി എന്താണ്, ആശമാരുടെ ജോലി എന്താണ്, എത്ര വീടുകൾ ആശമാർ സന്ദർശിക്കണം, ഹൈ റിസ്ക് കാറ്റഗറിയിലുള്ളവർ എങ്ങനെയാണ് ചെയ്യേണ്ടത്, കൃത്യമായ ഗൈഡ് ലൈൻ 3 വർഷം മുമ്പ് സംസ്ഥാന സർക്കാർ ഇറക്കിയിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള പ്രവർത്തനങ്ങൾ ആശമാർ നടത്തിയാൽ മതിയാകും എന്ന് വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനിയും അവരുടെ തൊഴിൽപരമായിട്ടുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഇടപെടലുകളാണ് സംസ്ഥാന സർക്കാർ നടത്തുന്നത്. ഇതിൽ അന്ന് ചർച്ചയിൽ 2 കാര്യങ്ങളിൽ തീരുമാനം ആകാതെ ഞങ്ങൾ ചർച്ചയിൽ നിന്ന് പിൻവലിയില്ല എന്നുള്ളതാണ് പറഞ്ഞത്. ഒന്ന്, 7,000 രൂപ ഓണറേറിയം ഇൻസെൻറ്റീവ്സ് കൂടാതെയുള്ള ആ 7,000 രൂപ ഓണറേറിയം 21,000 രൂപയാക്കണമെന്നുള്ളതാണ് ഒരാവശ്യം. രണ്ടാമത്തെ ആവശ്യം, അവർ പിരിഞ്ഞ് പോകുമ്പോൾ അവർക്ക് 5 ലക്ഷം രൂപ നൽകണം എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ 2ഉം സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം മറ്റേത് സ്റ്റേറ്റുമായിട്ടും താരതമ്യം ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ ഓണറേറിയം നൽകുന്ന സ്റ്റേറ്റ് കേരളമാണ്. അല്ലാതെയുള്ള, ഞാൻ സ്റ്റേറ്റ് മിഷൻ നൽകിയ ഒരു റിപ്പോർട്ട് എൻ്റെ കയ്യിലുണ്ട്, സ്റ്റേറ്റ് മിഷൻ നൽകിയിട്ടുള്ള റിപ്പോർട്ട്. അതുപോലെ 10,000 കൊടുക്കുന്നു എന്ന് പറഞ്ഞ സംസ്ഥാനത്തെ ഗവൺമെൻറ് ഓർഡർ ഞാൻ എടുത്തിട്ടുണ്ട്. അതിൽ ആൻഡമാൻ നിക്കോബാർ ഐലൻഡിൽ 500 രൂപ, ആന്ധ്രയിൽ 1000 രൂപ, അരുണാചൽ പ്രദേശിൽ 2,000 രൂപ, ബീഹാറിൽ 1000 രൂപ, ഛത്തീസ്ഗഡിൽ അവർക്ക് ഇൻസെൻറ്റീവ്സാണ് ഉള്ളത്. പിന്നെ അതിൻ്റെ കൂടെ ഇൻസെൻറ്റീവ്സിൻ്റെ കൂടെ ആ ഇൻസെൻറ്റീവ്സിൻ്റെ 75% കൂടി നൽകും എന്നുള്ളതാണ്. അല്ലാതെ പ്രത്യേകം ഓണറേറിയമായിട്ടില്ല. ഡൽഹിയിൽ 3,000 രൂപ, ഗുജറാത്തിൽ 2,500 രൂപ, ഹരിയാനയിൽ 6,100 രൂപ, ഹിമാചലിൽ 4,700 രൂപ, കർണാടകയിൽ 5,000 രൂപ, പഞ്ചാബിൽ 2,500 രൂപ, തമിഴ്നാട്ടിൽ 500 രൂപ. അങ്ങനെയാണത് വരുന്നത്, ഞാൻ എല്ലാം വായിക്കുന്നില്ല. അപ്പോൾ അതനുസരിച്ചാണ് ഇപ്പോൾ കേരളമാണ്, ഇപ്പോൾ നമ്മുടെ തൊട്ട് പിന്നിലുള്ളത് തെലങ്കാനയാണ്. 6,750 അവർ നൽകുന്നത്. ബാക്കി എല്ലായിടത്തെയും നമ്മൾ കണ്ടല്ലോ 500 മുതൽ കൊടുക്കുന്ന സംസ്ഥാനങ്ങൾ ഉണ്ട്. അപ്പോൾ അനുഭാവപൂർണ്ണമായിട്ടുള്ള നിലപാടാണ്. അപ്പം ഏറ്റവും കൂടുതൽ നൽകുന്ന കേരളത്തിന് തീർച്ചയായിട്ടും ഇനി കൂടുതൽ നൽകണം എന്ന് തന്നെ നമ്മൾ ആഗ്രഹിക്കുന്നു. ആശമാർക്ക് കൂടുതൽ നൽകണം എന്നുള്ള താല്പര്യവും ആഗ്രഹവും ആണ് സ്റ്റേറ്റ് ഗവൺമെൻറ്റിനുള്ളത്.
അപ്പോൾ ധനവകുപ്പുമായി കൂടി ചർച്ച നമ്മൾ ചെയ്യുന്നുണ്ട്. പക്ഷേ 7,000 രൂപ 21,000 രൂപ ആക്കണം എന്നുള്ളത് അത് നമുക്ക് ആ നിലയിലേക്ക് അത് അംഗീകരിച്ചാൽ മാത്രമേ സമരം അവസാനിപ്പിക്കൂ എന്നുള്ളത്. ഏത് സമരത്തിലും ജനാധിപത്യമായിട്ടുള്ള സമീപനങ്ങളുണ്ടല്ലോ. പിന്നീടുള്ളത് 5 ലക്ഷം രൂപ എന്നുള്ളതാണ്. കേന്ദ്രം പറഞ്ഞിരിക്കുന്നത് 20,000 രൂപയാണ്. 20,000 രൂപയും 60, 40 എന്നുള്ള നിലയിലാണ്. അപ്പോൾ ഇക്കാര്യങ്ങൾ സംബന്ധിച്ചാണ് അതിലൊരു കടുംപിടുത്തവും സംസ്ഥാന സർക്കാരിനില്ല.